പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് പിന്നെയും നന്ദി കരേറ്റാം. വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ അർത്തിയോടെ ദൈവപാദവിടെയായിരിക്കുന്ന അമേൻ ഹല്ലേലൂയ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അതിപ്രഭാതത്തിൽ ദൈവസന്നിധി ചെന്നിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ആമേൻ. തിരുവചന ചിന്തയ്ക്കായി സങ്കീർത്തനം 4:1 വാക്യം, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പൊ ഇവിടെ സർവശക്തനായ ദൈവം തന്റെ മക്കളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യമാണ് വിശാലത. ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചു എന്നല്ല, ഞാൻ ഞെരുക്കത്തിൽ കൂടെ കടന്നുപോയപ്പോ എന്റെ സാധ്യതകളെ നീ വർദ്ധിപ്പിച്ചു, എനിക്ക് വിശാലത തന്നു. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങൾ വലിയ നന്മയുടെ ചവിട്ടുപടികളായിരുന്നു. ഏതൊരു ഭക്തന്റെ ഓർമ്മയിൽ തങ്ങുന്ന അനുഭവങ്ങളാണിത്. വിശാലത എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. യെബേസ് പ്രാർത്ഥിച്ചു, എന്റെ അതിര് വിസ്താരമാക്കണം. പ്രവാചക ശിഷ്യന്മാർ എലിശയോട് പറഞ്ഞു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാ. ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ. എനിക്ക് ഇടുക്കവും ഞെരുക്കവും എന്ന് തീരും. ആരെന്നെ സഹായിക്കും? ആരെനിക്ക് കരുണ ചെയ്യുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവവേദന ഈ പ്രഭാതത്തിൽ നിരാശപ്പെടണ്ട. ദൈവം പറയുകയാ, ഞാൻ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ദൈവഭക്തന്മാർ അനുഭവത്തിൽ പറഞ്ഞു, ദൈവം അവർക്ക് വിശാലത വരുത്തിയെന്ന്. മനുഷ്യരെങ്ങനെ വിചാരിച്ചാലും ഒരു വ്യക്തിയെ വിശാലതയിലേക്ക് നയിക്കാൻ സാധ്യമല്ല. ദാവീദ് പറഞ്ഞു, സകലത്തെയും വലുതാക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. ഞെരുക്കത്തിലിരുന്ന സമയങ്ങളിൽ ദൈവം വിശാലത വരുത്തിയത് ദാവീദിന്റെ അനുഭവമാണ്. ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഗുഹയിലും മരുഭൂമിയിലും കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ദാവീദ് കടന്നുപോയിട്ടുണ്ട്. കടവും ഞെരുക്കമുള്ളവർ തന്നെ അനുഗമിച്ച കാലമുണ്ട്. അന്ന് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കുടിച്ചിട്ടുണ്ട്. തനിക്കും കൂടെയുള്ളവർക്കും ആഹാരത്തിന് പോലും ഞെരുക്കം ഉണ്ടായിട്ടുണ്ട്. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വിശാലതയിലേക്ക് വരുത്തുന്നതിന് കാരണമായി തീർന്നത്. ഇസ്രായേലിന്റെ സിംഹാസനത്തിലേക്ക് ദാവീദ് ഉയർത്തപ്പെട്ടു. മരുഭൂമിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, വിശാലമായ വാസസ്ഥലം, വിശാലമായ ഭക്ഷണമേശ, വിശാലമായ രാജ്യം, വലിയ അധികാരം, അതെല്ലാം ദൈവം നൽകിയത് തന്റെ ഓർമ്മയിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പഴയ അനുഭവങ്ങളും ഇന്നത്തെ അനുഭവങ്ങളും കൂടെ താരതമ്യം ചെയ്ത് പരിശോധിച്ച് ഇടുക്കവും ഞെരുക്കവും കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റിയ ദൈവം അപ്രതീക്ഷിത സമയത്ത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടുക്കം മാറ്റി നിന്നെ വിശാലതയിലേക്ക്, ആ അനുഭവത്തിലേക്ക് നടത്തുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കണം. ദുഃഖത്തിന്റെയും വേദനയുടെയും തടവറയിൽ നിന്ന് തനിക്ക് സന്തോഷവും ആശ്വാസവും ഹൃദയത്തിൽ നിറച്ചു തന്ന് വിശാലത വരുത്തുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ദാവീദ് ഉറച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ ശക്തിയുണ്ടെന്ന് ദാവീദ് വിശ്വസിച്ചു. പ്രാർത്ഥനയുടെ ശക്തി വലുതാ. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയാകുന്ന താക്കോൽ കൊണ്ട് ദൈവത്തിന്റെ കലവറ തുറക്കുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്കായി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന കരങ്ങൾക്ക് കരുത്തേകുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ആകാശത്തെ അടയ്ക്കുവാനും തുറക്കുവാനും ശക്തി ഉണ്ടായിരുന്നു. നിന്റെ കുടുംബത്തിൽ ഇന്ന് ഒരുപക്ഷെ ഭൗതിക ഞെരുക്കമായിരിക്കാം, ആത്മീക ഞെരുക്കം കാണും. ഇടുക്കമെല്ലാം മാറ്റി വിശാലതയിലേക്ക് നിന്നെ നടത്തുവാൻ നിന്റെ ദൈവം ശക്തനാ. ആത്മീയമായ ഇടുക്കത്തിലും ഞെരുക്കത്തിലും എത്രയോ നാൾ പാർക്കും. എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, പലരിലൂടെ ദൂതുണ്ടായിട്ടും ദൈവവചനം പഠിച്ചിട്ടും ആത്മീയത്തിലൊന്ന് മുന്നേറുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ഭാരപ്പെടണ്ട. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണുവാൻ കഴിയും. ഞെരുക്കത്തിൽ നിന്ന് ഭക്തന്മാർക്ക് ഉദ്ധാരണമുണ്ടായത് അവർ വിളിച്ചപേക്ഷിച്ചപ്പോഴാണ്. ഞെരുക്കമോർത്ത് നിരാശപ്പെട്ടതുകൊണ്ടോ, പിറുപിറുത്തിരിക്കുന്നത് കൊണ്ടോ, ആവലാതി പറയുന്നത് കൊണ്ടോ, പരാതി പറയുന്നത് കൊണ്ടോ ഞെരുക്കം മാറത്തില്ല. ഞെരുക്കത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അവരെ വിശാല സ്ഥലത്താക്കും. വിശാലത വരുത്തുവാൻ കഴിയുന്നവൻ ദൈവമാ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അനേകരുടെ അനുഭവങ്ങൾ, യോസഫിന്റെ ജീവിതത്തിലെ കാരാഗ്രഹവാസം അവനെ രാജകൊട്ടാരത്തിൽ എത്തിച്ചു. കാരാഗ്രഹത്തിലെ ഏകാന്തവാസം കഠിനമാണ്, ലജ്ജാകരമാണ്, മടിപ്പിക്കുന്നതാണ്. നല്ല യുവന ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നിരാശപ്പെടുത്തുന്ന അനുഭവം. നിറമുള്ള സ്വപ്നങ്ങൾക്ക് പകരം ഇരുമ്പ് ചങ്കലുകളും ഇരുമ്പ് കവാടങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. പ്രതീക്ഷയ്ക്ക് മംഗലേറ്റെന്ന് തോന്നിയ അവസ്ഥയിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരാഗ്രഹവാസത്തിൽ കൂടി മാത്രമേ
ഒരു ഇസ്രയേലിന് ഒരു മിസ്രൈമിന്റെ അധികാരത്തിലെത്താൻ പറ്റുകയുള്ളൂ. യോസഫിന്റെ കാരാഗ്രഹവാസം അവന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിലേക്കുള്ള ഒരു സ്വർണ്ണത്തേരായിരുന്നു. യാക്കോബ് പറഞ്ഞു, യോസഫില്ല, ശിമിയോനില്ല, ബെന്യാമീനും നിങ്ങൾ കൊണ്ടുപോകും, സകലതും എനിക്ക് പ്രതികൂലമാ. യാക്കോബ് ഈ വാക്കുകൾ പറയുമ്പോൾ തനിക്കായ ഒരു രാജകീയ അനുഭവം അണിയറയിൽ ഒരുക്കപ്പെടുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞെരുക്കത്തിന്റെ അനുഭവമാണ്. ഉയരത്തിലേക്ക് നോക്കുക. വിശാലമായ